നമസ്കാരം. ഇന്ത്യൻ സംസ്കാരത്തിൽ സ്ത്രീയുടെ സ്ഥാനം എത്രത്തോളം ഉന്നതമാണെന്ന് വിശദീകരിക്കുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ഭാരതീയ സംസ്കൃതി മേം നാരി കാ ഉച്ചസ്ഥാൻ എന്ന ഹിന്ദി പുസ്തകത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഭാരതീയ ദർശനങ്ങളുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണിത്. അപ്പോ നമുക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്താണ് ഭാരതീയ സംസ്കാരം സ്ത്രീക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന യഥാർത്ഥ സ്ഥാനം? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു യാത്ര. ആ ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് മാതൃശക്തി. ഈ പ്രപഞ്ചത്തിന്റെ, ഈ സൃഷ്ടിയുടെയെല്ലാം അടിസ്ഥാന ശില എന്ന് തന്നെ നമുക്കിതിനെ പറയാം. എന്താണ് ഈ മാതൃശക്തി? ഇത് വെറുമൊരു വാക്കല്ല, പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടിപരമായ ഊർജ്ജമാണ്, എല്ലാ ജീവന്റെയും ഉറവിടം. ഒന്നാലോചിച്ചു നോക്കൂ, പുരുഷബീജം പോലും ഒരു പുതിയ ജീവനായി മാറണമെങ്കിൽ സ്ത്രീയുടെ അണ്ഡത്തിൽ അഭയം തേടണം, അല്ലെങ്കിൽ അതൊരു അദൃശ്യ കണികയായി നശിച്ചു പോകുമായിരുന്നു. അതായത് പുരുഷതത്വം പോലും ഈ ശക്തിക്ക് മുന്നിൽ ആദ്യം നമിക്കുന്നു. ഈയൊരു ആദരവിന് കാരണം വളരെ വ്യക്തമാണ്. ഒരു അമ്മ തന്റെ ഗർഭപാത്രത്തിൽ ഒരു ജീവനെ പോറ്റുന്നു, സ്വന്തം രക്തവും മാംസവും പകുത്തു നൽകി അതിനെ വളർത്തുന്നു. പിന്നീട് വർഷങ്ങളോളം ഒരു സ്വാർത്ഥതയുമില്ലാതെ ആ കുഞ്ഞിനെ പരിചരിക്കുന്നു. ഈ ത്യാഗം തന്നെയാണ് മാതൃത്വത്തെ ഇത്രയേറെ മഹത്തരമാക്കുന്നത്. ഈയൊരു മാതൃത്വത്തിന്റെ മഹത്വത്തെ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് ദൈവീകതയുടെ തലത്തിലേക്ക് ഉയർത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്യമാണ് മാതൃദേവോഭവ. ഇതിൽ അമ്മയ്ക്കാണ് എപ്പോഴും ഒന്നാം സ്ഥാനം. എന്തുകൊണ്ടാണത്? അതൊരു വെറും വരിസയല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണത്. ആദരവിന്റെ കാര്യത്തിൽ അമ്മയാണ് ഒന്നാമത്. കാരണം എല്ലാ സൃഷ്ടിയും തുടങ്ങുന്നത് അമ്മയിൽ നിന്നാണ്. ഈ ആശയം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ത്രിമൂർത്തി സങ്കല്പവുമായി ഇതിനെ ബന്ധിപ്പിക്കാം. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന് തുല്യമായാണ് അമ്മയെ കാണുന്നത്. കാരണം അമ്മയല്ലേ പുതിയൊരു ജീവന് ജന്മം നൽകുന്നത്. ആ ജീവനെ പരിപാലിക്കുന്ന അച്ഛൻ വിഷ്ണുവിനും ജീവിതത്തിന് ശരിയായ ദിശ കാണിച്ചു തരുന്ന ഗുരു മഹേശ്വരനും തുല്യമാണ്. ഇതിൽ നിന്നുതന്നെ സൃഷ്ടികർമ്മം ചെയ്യുന്ന അമ്മയുടെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിവിന്റെ ഉറവിടങ്ങളെ പോലും നമ്മുടെ സംസ്കാരം കണ്ടിരിക്കുന്നത് സ്ത്രീരൂപത്തിലാണ്. ഗായത്രി ആത്മീയജ്ഞാനത്തെയും സാവിത്രി ഭൗതികജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. അതായത് അറിവ് പോലും സ്ത്രീയാണ്. ഈ തത്വങ്ങളൊന്നും വെറും ആശയങ്ങളായിരുന്നില്ല. നമ്മുടെ പുരാണങ്ങളിൽ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളായി അവ മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ചില പ്രഗത്ഭരായ വനിതകളെ ഒന്ന് പരിചയപ്പെടാം. സാവിത്രിയുടെ കഥ കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. തന്റെ ബുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മരണത്തിന്റെ ദേവനായ യമനോട് വരെ തർക്കിച്ച് ഭർത്താവിന്റെ ജീവൻ തിരികെ വാങ്ങിയ സാവിത്രി സ്ത്രീയുടെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. അതുപോലെ തന്നെയാണ് അനസൂയയുടെ കഥയും. തന്റെ ആത്മീയ ശക്തിയും പരിശുദ്ധിയും കൊണ്ട് ത്രിമൂർത്തികളെപ്പോലും പിഞ്ചു കുഞ്ഞുങ്ങളാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. സ്ത്രീയുടെ ആത്മീയ ശക്തിക്ക് അതിരുകളില്ല എന്നതിന് ഇതിലും വലിയൊരുദാഹരണമുണ്ടോ? ഇനി വീരനായകന്മാരെ വാർത്തെടുത്ത് അമ്മമാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. രാമന്റെ സഹായമില്ലാതെ ലവനെയും കുശനെയും യോദ്ധാക്കളാക്കി വളർത്തിയ സീതയുടെ ധൈര്യം, ദുഷ്യന്തനില്ലാതെ ഭരതനെ ഒരു ചക്രവർത്തിയാക്കിയ ശകുന്തളയുടെ നിശ്ചയദാർഢ്യം, ഛത്രപതി ശിവാജിയെ രൂപപ്പെടുത്തിയ ജീജാബായിയുടെ കാഴ്ചപ്പാട്, ദേവന്മാരെപ്പോലും തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിച്ച കുന്തിയുടെ ശക്തി, ഇവരെല്ലാം മാതൃശക്തിയുടെ ഉദാത്ത മാതൃകകളാണ്. പുരാണങ്ങളിലെ ഈ വീരവനിതകളുടെ പാരമ്പര്യം ചരിത്രത്തിലും തുടർന്നുപോയി. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. വേദകാലഘട്ടത്തിൽ സ്ത്രീകൾ വേദങ്ങൾ കേട്ടിരിക്കുക മാത്രമല്ല, അവർ രചിച്ചവരും ബുദ്ധിജീവികളുമായിരുന്നു. ഗാർഗി, മൈത്രേയി തുടങ്ങിയ ഋഷികൾ ജ്ഞാനത്തിന്റെ ലോകത്ത് പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ തന്നെ തലയുയർത്തി നിന്നിരുന്നു. ഇനി യുദ്ധക്കളത്തിലേക്ക് വന്നാലോ? അവിടെയും സ്ത്രീകൾ തങ്ങളുടെ ധീരത കൊണ്ട് ചരിത്രം രചിച്ചു. ദശരഥന്റെ കൂടെ തേരോടിച്ച കൈക്കേയി മുതൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത റാണി ലക്ഷ്മിബായിയും നീതിനിഷ്ഠമായ ഭരണം കാഴ്ചവെച്ച അഹല്യാബായിയും വരെ ആ വീരഗാഥ അങ്ങനെ നീണ്ടുപോകുന്നു. സമൂഹത്തില് സ്ത്രീകൾക്ക് എത്രമാത്രം ബൗദ്ധികമായ അധികാരവും ആദരവും ഉണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാരതീദേവി.
ആദിശങ്കരാചാര്യരെ പോലുള്ള മഹാപണ്ഡിതന്മാർ തമ്മിലുള്ള ഒരു സംവാദത്തില് വിധികർത്താവാകാൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അവരുടെ അറിവിനും സ്ഥാനത്തിനും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമല്ലേ? അപ്പോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന തത്വം എന്തായിരിക്കണം? ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്ന ഒന്നാണ് അർദ്ധനാരീശ്വര സങ്കല്പം. പുരുഷനും സ്ത്രീയും ഒരേ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒരാളില്ലാതെ മറ്റൊരാൾ അപൂർണമാണ്. ഒരു രഥത്തിന് മുന്നോട്ടു പോകാൻ രണ്ട് ചക്രങ്ങളും ഒരുപോലെ പ്രധാനമല്ലേ? അതുപോലെ സമൂഹമാകുന്ന രഥം മുന്നോട്ടു കുതിക്കാൻ സ്ത്രീയും പുരുഷനും ഒരുപോലെ തുല്യശക്തിയോടെ ആവശ്യമാണ്. ഇത്രയും മഹത്തായ ഒരു പാരമ്പര്യം മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. ഈ അറിവിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും പഠിക്കേണ്ടത്? ഭാരതീയ ധർമ്മശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാക്യമുണ്ട്: യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അതായത്, ഒരു സമൂഹത്തിന്റെ അഭിവൃദ്ധിയും സന്തോഷവും അവിടത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആദരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ സ്ത്രീയെ ബഹുമാനിക്കുന്നുവോ അവിടെയാണ് യഥാർത്ഥ ഐശ്വര്യം, അവിടെയാണ് ദൈവീകത കുടികൊള്ളുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഉദാത്തമായ സാംസ്കാരിക പാരമ്പര്യം നമ്മൾ എവിടെയെങ്കിലും മറന്നുവച്ചിട്ടുണ്ടോ? നമ്മുടെ ആദർശവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു വിടവ് സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ സംസ്കാരത്തിന്റെ ഈ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ വ്യതിചലിച്ചത്, അതിന്റെ ഫലങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. സ്ത്രീകളെ അവഗണിക്കുന്നതും ബഹുമാനിക്കാത്തതും സമൂഹത്തിൽ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും മൂലകാരണം ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കാം. അപ്പോൾ ഇതിലെ പ്രധാന ഗുണപാഠം ഇതാണ്: ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ന്യായമായതും ഉയർന്നതുമായ ആദരവും സ്ഥാനവും തിരികെ നൽകുമ്പോഴാണ്. ഈ മഹത്തായ സത്യം നമ്മൾ തിരിച്ചറിയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നന്ദി.